എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണം കൃഷ്ണാഭഗാത്രം വരകരതലഭൃത്പൂർണഹയ്യങ്കവീനം വാമേ വേണും കരേ ബിഭ്രതമതിസരസം ബാലകം മഞ്ജുഹാസം മൗലൗ മായൂരപിഞ്ചപ്രഭമകുടമഹോ രക്തകൗശേയരാജത് കൗപീനം സ്വർണഭൂഷം നിയതമുഷസിതം നൗമി വാതാലയേശം. ശ്രീഹരയേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മനു തിരുമേനിയുടെ ഗുരുവിൻ്റെ മള്ളിയൂർ തിരുമേനിയുടെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ നവാഹയജ്ഞത്തിൽ ഒരു പ്രഭാഷണത്തിന് എനിക്ക് ഒരവസരം തന്നതിന് ഒരുപാട് നന്ദി. ഈ ഉപാസനയിൽ എത്തിപ്പെടാൻ സാധിച്ചതിന് തന്നെ ആ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. എന്നെ ഭാഗവതം പഠിപ്പിച്ച ശ്രീമതി സുഭദ്ര ടീച്ചർക്ക് നമസ്കാരം. പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, ഗുരുക്കന്മാർ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ എല്ലാവരുമായി ഒന്ന് പങ്കുവയ്ക്കുന്നു, അത്രമാത്രം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എനിക്ക് തന്നിട്ടുള്ള വിഷയം ഏകാദശ സ്കന്ധം അധ്യായം 22 ഏകാദശ സ്കന്ധം ഭഗവാന്റെ ശിരസ് ആണെന്നാണ് പറയുന്നത്. ശിരസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പൊതുവെ ബുദ്ധി, ജ്ഞാനത്തിനെ ഒക്കെയാണ് ശിരസ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അംഗന്യാസ കരന്യാസങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഋഷിയെ സൂചിപ്പിക്കുന്നത് ആ ശിരസിലാണ്. ഋഷയോ സത്യദൃഷ്ടാര, സത്യത്തെ ദർശിച്ചവരാണ് ഋഷികൾ. പരമമായ ജ്ഞാനമുള്ളവരാണ് ആ ഋഷികൾ. അതുകൊണ്ട് തന്നെ അതിനെ സൂചിപ്പിക്കുന്ന അംഗം എന്ന് പറയുന്നത് ശിരസാണ്. ജ്ഞാനത്തിൻ്റെ ആ സിമ്പിളായിട്ടും എംബ്ലമായിട്ടും ഒക്കെ പറയുന്നത് ആ ശിരസിനാണ്. ഗണപതി ഭഗവാന്റെ ആ വലിയ ശിരസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബുദ്ധിയുടെയും സിദ്ധിയുടെയും അധിപനാണ് ഗണപതി ഭഗവാൻ. ഏകാദശ സ്കന്ധം ഭഗവാന്റെ ശിരസാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? നമുക്ക് ദുഃഖമുണ്ടാവുന്നത് അല്ലെങ്കിൽ ബന്ധനം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ശരിയേത് എന്നുള്ള ആ അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ജ്ഞാനം എന്ന് പറയുന്നതും എന്താണ്? അതും നമുക്ക് പുസ്തകത്തിൽ കിട്ടുന്ന ജ്ഞാനമല്ല, പരമമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ. അതറിഞ്ഞാലോ നമുക്ക് മോക്ഷം പ്രാപ്തമാകും. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ വിഷയം മോക്ഷമാണ്. ഏകാദശ സ്കന്ധത്തിലെ വിഷയം മോക്ഷം. ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ 4ാമത്തേതും അവസാനത്തേതുമാണ് മോക്ഷം. നമുക്കറിയാം, ഭാഗവതം തുടക്കം മുതൽ വായിച്ചു വരുമ്പോൾ ഈ 4 വിധത്തിലുള്ള പുരുഷാർത്ഥങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ഈ മോക്ഷം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? പരമമായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവും വേണം. ഈ ജ്ഞാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമാണോ? ഒന്ന്, എങ്ങനെയുള്ളവർക്കാണ് ജ്ഞാനം തരാൻ സാധിക്കുക? ഒന്ന്, അത് ഈശ്വര സ്വരൂപത്തിനെ സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെയുള്ളവർക്കാണ് ഈ ബ്രഹ്മജ്ഞാനം സ്വീകരിക്കാനുള്ള അർഹത? ഒന്ന്, തീവ്ര വൈരാഗ്യായിരിക്കണം, സർവസംഗ പരിത്യാഗിയായിരിക്കണം, നല്ല ശ്രദ്ധ വേണം, മുമുക്ഷുവുമായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇത്രയും ഗുണഗണങ്ങൾ ഉള്ള ഒരു ശിഷ്യനെ ഈ ബ്രഹ്മജ്ഞാനം സ്വീകരിക്കാൻ അർഹതയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഏകാദശ സ്കന്ധത്തിൽ കാണാൻ പോകുന്ന ഭാഗത്ത് ഈശ്വര സ്വരൂപിയായിട്ട് ഉള്ളത് ആരാണ്? ശ്രീകൃഷ്ണ പരമാത്മാവ്. എല്ലാ ഗുണഗണങ്ങളും ഉള്ള ശിഷ്യനായിട്ടുള്ളത് ഉദ്ധവർ. അങ്ങനെ ആ ഭഗവാൻ ഈ ബുദ്ധകർക്കായിട്ട് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഏകാദശ സ്കന്ധത്തിലെ വിഷയം മോക്ഷമായതുകൊണ്ട് വിചാരശീലമുള്ളവർക്കാണ് ഏകാദശ സ്കന്ധം പറ്റുക.
ഈ ആധ്യാത്മിക വിഷയങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇത് എത്ര വിശദീകരണം ലഭിച്ചാലും ഈ സംശയങ്ങൾ നമുക്ക് വിട്ടുപോകില്ല. അതിന് ഒരേ ഒരു പരിഹാരം നമ്മൾ ഈശ്വരനുമായിട്ട് അടുക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ സംശയങ്ങൾക്കെല്ലാം ഒരു മറുപടി ലഭിക്കും. ശ്രീമദ് ഭാഗവതത്തിലെ എല്ലാ തത്വങ്ങളുടെയും സാരം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഏകാദശ സ്കന്ധവും ദ്വാദശ സ്കന്ധവും. ഏകാദശ സ്കന്ധത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട എല്ലാ യോഗമാർഗങ്ങളും ഈ സ്കന്ധത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഏകാദശ സ്കന്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഉദ്ധവഗീത. ഈ ഉദ്ധവഗീത എന്ന് പേര് വരാൻ എന്താ കാരണം? ആ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്തതായതുകൊണ്ട് അതിന് ഉദ്ധവഗീത. ഇനി ഈ ഏകാദശ സ്കന്ധത്തിൽ ആകെ 1372 ശ്ലോകങ്ങളുണ്ട്. ഇതിന്റെ 6ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് ഭഗവാനും ശ്രീകൃഷ്ണനും ഉദ്ധവരും തമ്മിൽ ആ ഭഗവാന്റെ സാമീപ്യം ഉദ്ധവന് കിട്ടുന്നത് 6ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിലാണ്. ആ ഭഗവാന്റെ ഒരു സാമീപ്യം. അതുകൊണ്ട് തന്നെ 7ാമത്തെ അധ്യായം മുതൽ 29ാമത്തെ അധ്യായം വരെ ഉദ്ധവഗീതയാണ്. അപ്പോ ഈ സ്കന്ധത്തിൽ 1372 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞു. അതിൽ 1043 ശ്ലോകങ്ങളും ഉദ്ധവഗീതയാണ്. ഉദ്ധവഗീതയ്ക്ക് ഈ മുൻപേ 251 ശ്ലോകങ്ങളുണ്ട്. അതിനുശേഷം 78 ശ്ലോകം. ചുരുക്കി പറഞ്ഞാൽ ഏകാദശ സ്കന്ധം എന്ന് പറഞ്ഞാൽ ഉദ്ധവഗീത തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശം കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഭഗവത്ഗീത കിട്ടി. അതേപോലെ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഉദ്ധവഗീത കിട്ടി. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം. ശ്രീകൃഷ്ണൻ പ്രധാനമായിട്ടും 3 ഉപദേശങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ ഉപദേശങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അധികാരി ഭേദം അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും 3നും വ്യത്യാസങ്ങളുണ്ട്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചത്, അർജുനന് ഉപദേശിച്ചു കൊടുത്തത് എങ്ങനെയാണ്? അർജുനന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് പിന്നീട് അർജുനനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. നമ്മളിങ്ങനെ തന്നെ ചെയ്യേണ്ട. കുട്ടികളുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ അവർക്ക് കഥകളും എല്ലാ തരത്തിലുള്ള അറിവുകളും പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരണം. അർജുനനോട് ഭഗവാൻ എന്താണ് പറഞ്ഞത്? ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ. അതായത് അർജുനനെ സ്വധർമ്മ കർമ്മനിരതനാക്കാനാണ് ഭഗവാൻ ശ്രമിച്ചത്. എന്നാൽ 2ാമത്തെ ഉപദേശമായ ഗോപികമാർക്കോ അവർക്ക് സാധനയൊന്നുമില്ലാതെ വെറും അനുഗ്രഹം കൊണ്ട് മാത്രം അവർക്ക് ബ്രഹ്മാനന്ദം കൊടുത്തു. ഈ ഉദ്ധവർക്ക് മോക്ഷമല്ലേ കൊടുക്കേണ്ടിയിരുന്നത്? എന്നാൽ മോക്ഷം വേണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനവും വൈരാഗ്യവും വേണം. ഉദ്ധവർ പരമജ്ഞാനിയാണ്, പക്ഷേ വൈരാഗ്യം അത്ര തീവ്രമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകുമ്പോൾ വിഷമിച്ചത്. വൈരാഗ്യം തീവ്രമല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും ആ വൈരാഗ്യത്തിലും ത്യാഗത്തിലുമൊക്കെയാണ് ഭഗവാൻ ഉപദേശത്തിൽ ശ്രദ്ധിച്ചത്. ഇവിടെ അർജുനന് വിഷാദം വന്നപ്പോൾ ഭഗവാൻ ഗീത ഉപദേശിച്ചത്. ഉദ്ധവർക്ക് എന്തുകൊണ്ടാണ് വിഷാദം വന്നത്? ആ ഭഗവാൻ തന്റെ ശരീരം വിട്ട് സ്വധാമത്തിലേക്ക് പോവുകയാണെന്ന് ഉദ്ധവർ അറിഞ്ഞു. ഇവിടെ വിഷാദം വന്നപ്പോൾ ഭഗവാൻ ഉദ്ധവർക്ക് വേണ്ട രീതിയിൽ ഉപദേശിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള ഉപദേശങ്ങളാണ് ഉദ്ധവഗീതയിലുള്ളത്. അതെന്തുകൊണ്ടാണ്? ഭഗവാൻ സ്വധാമത്തിലേക്ക് പോവുകയാണ്. അവസാനത്തെ ഉപദേശമാണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൊടുത്തിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അത്രയും വലിയ തത്വങ്ങൾ കൂടി ആ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്തത്. അത്ര കേമമായിട്ടുള്ള ഒരു ഭാഗമാണ് ഉദ്ധവഗീത. ഈ ഉദ്ധവർ ആരാണ്?
ഉദ്ധവർ ഈ ഉദ്ധവഗീത ഭഗവാൻ ഉപദേശിച്ചത് തന്നെ സത്യത്തിൽ നമുക്ക് വേണ്ടിയാണ്. പക്ഷെ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്തുകൊണ്ട് ഉദ്ധവർക്ക് ഉപദേശിച്ചു? ഉദ്ധവർ ആരാണ്? ഇതിനുള്ള സന്ദർഭം എന്താണ്? ഭഗവാൻ എന്തായി? ഭഗവാൻ സ്വധാമത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകാനായിട്ട് തീരുമാനിക്കുന്നു. അതിന് കാരണം ബ്രഹ്മാവും ദേവന്മാർ, ഇതെല്ലാം പ്രീതിശേഷി നേരത്തെ പറഞ്ഞു. ബ്രഹ്മാവും ദേവന്മാരും മഹേശ്വരനും എല്ലാവരും പാടെ ഭഗവാനെ കാണാൻ വരുന്നു. 125 വർഷക്കാലം ഇവിടെ അവതാര ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഇനി സ്വധാമത്തിലേക്ക് മടങ്ങി വരിക എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ, ഇനി ഞാൻ അതിനുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഇവിടുന്ന് അങ്ങ് പോയാല് കലി തുടങ്ങും. അപ്പോ ഇവിടെ ഈ യാദവരുടെ ബ്രാഹ്മണ ശാപം അതുകൂടി എന്റെ ജോലിയാണ്. അവരെ ഒന്ന് സംഹരിക്കണം. ആ ബ്രാഹ്മണ ശാപത്തോടുകൂടി ആ യാദവരെ സംഹരിക്കേണ്ടത് എന്റെ ജോലിയാണ്. അതും കൂടി ചെയ്തു കഴിഞ്ഞതിന് ശേഷം കലി തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ അവർ ചെറിയ അഹങ്കാരികളാണ്, കലി തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ അവർ സംസാരത്തിന് നാശം വിതയ്ക്കും. അതുകൊണ്ട് അവരെ കൂടെ സംഹരിച്ചിട്ട് ഞാൻ അങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവും ദേവന്മാരും എല്ലാം ഭഗവാനെ നമസ്കരിച്ചിട്ട് അവരെല്ലാവരും സ്വധാമത്തിലേക്ക് പോയി. ഇത് ആരറിഞ്ഞു? ഇത് ഉദ്ധവരറിഞ്ഞു. ഈ ഉദ്ധവർ ആരാണെന്ന് പറഞ്ഞു. ഉദ്ധവർ നമ്മുടെ ഭാഗവതത്തിൽ നോക്കിയാൽ 46-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ കാണാം. ഉദ്ധവർ ബൃഹസ്പതിയുടെ പരമജ്ഞാനിയായ ശിഷ്യനാണ്, വൃഷ്ണികളിൽ ഒരുവനാണ്, ഏകാന്ത ഭക്തനാണ്, ഭഗവാന്റെ സുഹൃത്താണ്, മന്ത്രിയാണ്, പരമബുദ്ധിമാനുമാണ് എന്നെല്ലാം നമ്മൾ പഠിച്ചു. നമ്മളെല്ലാം ഈ ദശമസ്കന്ധം 46-ാമത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ നോക്കിയാൽ കാണാം. അങ്ങനെ ഈ ഭഗവാൻ ഉദ്ധവർക്കായി എല്ലാതരം ഉപദേശങ്ങളും കൊടുക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ ബ്രഹ്മചര്യ ഗൃഹസ്ഥ ധർമ്മ വർണ്ണനവും വാനപ്രസ്ഥ സന്യാസാശ്രമ നിരൂപണവും യമനിയമാദികളുടെ വർണ്ണനവും എല്ലാം കഴിഞ്ഞ അധ്യായത്തിലൂടെ എല്ലാം കഴിഞ്ഞു. ഇനി പിന്നെയും മാത്രമല്ല ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം ഇതിനെ കുറിച്ചെല്ലാം ഉദ്ധവർക്കായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉദ്ധവർ ഭഗവാനോട് ചോദിക്കുന്നു, ഭഗവാനെ, തത്വങ്ങൾ എത്ര വിധമുണ്ട്? ആ തത്വങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഏകാദശ സ്കന്ധം 22-ലൂടെ. ഉദ്ധവർ ചോദിക്കുന്നു, ഭഗവാനെ, ചിലർ പറയുന്നു തത്വങ്ങൾ 5 ചിലർ പറയുന്നു 10, ചിലർ പറയുന്നു 15, ചിലർ 24 പറയുന്നു. ഇതിലേതാണ് ശരി? അതാണ് ആദ്യം ഭഗവാനോട് ഉദ്ധവർ ചോദിക്കുന്നത്. അപ്പോ ഇതിൽ ഭഗവാന്റെ മറുപടി, ഇതെല്ലാം ശരി തന്നെയാണ് ഉദ്ധവ, അതിലെല്ലാം യുക്തിയുമുണ്ട്. 5 കർമ്മേന്ദ്രിയങ്ങൾ, അതായത് 5 കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം, ഇത് 5 കർമ്മേന്ദ്രിയങ്ങൾ. അതേപോലെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, ശ്രവണേന്ദ്രിയം, നേത്രേന്ദ്രിയം, സ്പർശേന്ദ്രിയം, രസനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇത് രണ്ടും കൂടിയാൽ 10ആയി. ഇതേപോലെ അതിനോട് ചേർത്ത് മനസ്സ് കൂട്ടിയാൽ 11ആയി. ഇനി 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ചിത്തം, അഹങ്കാരം, 5 തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്തിയാൽ 24ആയി. ഇങ്ങനെ പലതരത്തിലുള്ള കൂടി പറഞ്ഞാലും അത് എല്ലാം കൂട്ടിയാൽ, എണ്ണങ്ങൾ പലവിധം പറഞ്ഞാലും ഇതെല്ലാം യുക്തിക്ക് നിരക്കുന്നത് തന്നെ ആണ് എന്നാണ് ഏകാദശ സ്കന്ധം 22-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നാനാ പ്രസംഖ്യാനാം തത്വാനാം ഋഷിഭികൃതം സർവം ന്യായം യുക്തിമത്വാത് വിദുഷാം അശോഭനം. ഇപ്രകാരത്തിൽ മഹർഷിമാരാൽ തത്വങ്ങളുടെ കണക്കുകൂട്ടൽ ചെയ്തത് യുക്തിക്ക് നിരക്കുന്നതാകയാൽ എല്ലാം ന്യായീകരിക്കത്തക്കതാണ്. അതുകൊണ്ട് ഈ തത്വങ്ങളെല്ലാം ശരിയാണ് എന്നാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത്. അപ്പോ പിന്നെ പറയുന്നു, ഇത് ഓരോന്നിന്റെയും എണ്ണങ്ങൾക്കനുസരിച്ചാണ്. പിന്നെ പറയുന്നു മായയെക്കുറിച്ച്. ഈ മായയുടെ ചേഷ്ടകൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായതായി നമുക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള മായ എന്നിൽ വലയം പ്രാപിച്ച്, ഭഗവാൻ ഉദ്ധവരോട് പറയുകയാണ്, എന്നിൽ വലയം പ്രാപിച്ചപ്പോൾ ഈ സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ
കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിന്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു അധ്യായമാണ് തത്വങ്ങളുടെയും പ്രകൃതി പുരുഷ ബന്ധങ്ങളുടെയും ഒക്കെ ഒരു അധ്യായമാണ് ഏകാദശം 22. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാല് മനസ്സിലാവുകയുള്ളൂ. പ്രളയകാലത്തിൽ കാലവും സുഹൃതവും ദുഷ്കൃതവും ആയ കർമ്മവും, നമ്മൾ പലവിധത്തിലുള്ള കർമ്മങ്ങൾ ആർജിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ ജന്മത്തിലൂടെ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആ കർമ്മവും സത്വരജ തമോ ഗുണങ്ങളും, 3 ഗുണങ്ങൾ അടങ്ങിയുള്ള ഗുണങ്ങളും ജീവസമൂഹവും ഈ പ്രപഞ്ചവും എല്ലാം എന്നിൽ പൂർണ്ണമായി ലയിച്ചു കിടക്കുകയായിരുന്നു. എങ്ങനെയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇതെല്ലാം എന്നിൽ ലയിച്ചു കിടക്കാണ്. 2 പരാർത്ഥം കഴിഞ്ഞപ്പോൾ സൃഷ്ടിക്കാനുള്ള ഇച്ഛയാകുന്ന ഈക്ഷണം എന്ന ക്രിയയെ കൈക്കൊണ്ടപ്പോൾ ആ മായ എന്ത് ചെയ്തു? മായ സ്വയം ഒരു ഭുവനത്രയം ആയി തീരാൻ വേണ്ടി ക്ഷോഭിക്കുകയും ആ മായയിൽ നിന്ന് കാലം എന്ന എന്റെ ശക്തി, ഭഗവാന്റെ ശക്തി, ആ കാലം എന്ന ശക്തിയും സുകൃത ദുഷ്കൃത രൂപമായ കർമ്മങ്ങളും സ്വഭാവവും പുറത്തു വന്ന് 3 ഗുണങ്ങളെ വികസിപ്പിച്ച് ആ മായയ്ക്ക് സഹായ പ്രവൃത്തി ചെയ്തു കൊടുത്തു. മായയ്ക്ക് അടുത്തു നിൽക്കുന്നവനും എന്നാൽ മായയിൽ ഒട്ടും പ്രവേശിക്കാത്ത സ്വരൂപത്തോടു കൂടിയവനുമായ ഞാൻ സാക്ഷിയായി നിൽക്കുന്നു. ആ ഞാൻ തന്നെ, ആ സാക്ഷിയായി നിൽക്കുന്ന ഞാനാണ് പരമാത്മാവ്. മായ ഒട്ടും തന്നെ ചേർന്നിട്ടില്ല, എന്നാൽ മായയ്ക്ക് തൊട്ടടുത്താണ് ഇതിന് നിൽക്കുന്നത്. അങ്ങനെ സാക്ഷിയായി നിൽക്കുന്ന ആളാണ് ഞാൻ പരമാത്മാവ്. ഇനി അനേകം ഭേദങ്ങളോട് കൂടിയ ആ മായയിൽ പ്രതിബിംബമായി പ്രവേശിച്ചിരിക്കുന്ന ജീവാത്മാവും ഞാൻ തന്നെയാണ് ഉദ്ധവ എന്ന് പറയാണ് ഭഗവാൻ. പരമാത്മാവ് എന്ന ആ ഏകം പലതായിട്ട് വരുമ്പോൾ അത് ജീവൻ ആവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു വസ്തുവിനെ ഒരുപാട് കണ്ണാടികൾ വെച്ചാൽ എങ്ങനെയുണ്ടാവും? ആ കണ്ണാടിയിൽ ഈ ഒരു വസ്തു പലതരത്തിൽ പ്രതിബിംബമായി വരുമ്പോൾ അതെല്ലാം ജീവാത്മാക്കൾ, ഈ ഏകം പരമാത്മാവ്. അങ്ങനെ ഈ മായ പിന്നെ എന്ത് സംഭവിച്ചു? ഈ മായ ഈ പരമാത്മാവിന്റെ പ്രേരണ കൊണ്ട് ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ഈ ബുദ്ധിതത്വത്തെ മഹത്തത്വം എന്നും പറയുന്നു. ഇനി ഈ മഹത്തത്വം എന്താണ്? ഈ മഹത്തത്വം എന്ന് പറയുന്നത് 3 ഗുണങ്ങളോട് കൂടിയതാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം കൂടിയതാണ് ഈ മഹത്തത്വം. എന്നാൽ സത്വഗുണ പ്രധാനവുമാണ് മഹത്തത്വം. ഈ ജീവാത്മാക്കളിൽ അഹം അല്ലെങ്കിൽ ഞാൻ എന്ന ആ ബോധമുണ്ടാക്കുന്ന പ്രേരണാശക്തിയാണ് ഈ മഹത്തത്വം. മറ്റ് ജീവാത്മാക്കളിൽ ഞാൻ അങ്ങനെയുള്ള ആ ഇത് ഉണ്ടാക്കുന്ന അതാണ്, ആ ബോധമുണ്ടാക്കുന്ന ആ പ്രേരണാശക്തിയാണ് മഹത്തത്വം. ഇനി തത്വപ്രധാനമായ ഈ മഹത്തത്വം തമോ ഗുണപ്രധാനമായ ജീവാത്മാക്കളിൽ, ജീവാത്മാക്കൾ പൊതുവെ തമോ ഗുണപ്രധാനമാണ്. അങ്ങനെ തമോ ഗുണപ്രധാനമായ ആ ജീവാത്മാക്കളിൽ വിഭിന്ന ധർമാരോപമുണ്ടാക്കി അഹംതത്വത്തെ സൃഷ്ടിക്കുന്നു. ഈ മഹത്തത്വം പരമാത്മാവിന്റെ പ്രേരണ കൊണ്ട് അഹംതത്വത്തെ സൃഷ്ടിക്കുന്നു. അങ്ങനെ തത്വപ്രധാനമായ ഈ മഹത്തത്വം ഈ ജീവനിൽ വികല്പമില്ലാത്ത ഞാൻ എന്ന ആ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ഇത് തിരിച്ചറിയുന്നവനാരോ അവനാണ് ജ്ഞാനി അല്ലെങ്കിൽ യോഗി. ഇതിന് സാധാരണ പറഞ്ഞാൽ ഒരു ജീവനിൽ, ഒരു ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, ഉള്ളിൽ സാക്ഷിയായി ഒരാൾ നിൽക്കുന്ന പരമാത്മാവ്, ആ സാക്ഷിയുടെ പ്രതിബിംബമായി ജീവൻ നിൽക്കുന്നു. ആ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ സാക്ഷി നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ അത് ചെയ്യരുതെന്നും പറയില്ല. അത് നമ്മുടെ സുഹൃത ദുഷ്കൃതങ്ങൾക്കനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുന്നു, അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കും. പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കണം? നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഒരു സാക്ഷിയായി ഒരാൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ബോധം ഉള്ള ആരോ അവരാണ് ജ്ഞാനി, അവരാണ് യോഗി. അങ്ങനെ ഈ മഹത്വത്വം അവരുടെ പ്രേരണയാൽ ഈ 3 ഗുണങ്ങളാൽ പോഷിക്കപ്പെട്ടതും എന്നാൽ തമോ ഗുണപ്രധാനമായ ഈ ജീവനിൽ വികല്പജ്ഞാനത്തെ ഉളവാക്കുന്നതുമായ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിക്കുന്നു.
അപ്പോ മഹത്തത്വം, അഹന്തത്വം, അഹങ്കാരതത്വം. ഇനി നമ്മൾ സാധാരണ പറയുന്ന അഹങ്കാരം എന്നതിന് സംസ്കൃതത്തിൽ ദമ്പം, മതം എന്നൊക്കെയാണ്. ഈ അഹങ്കാരം എന്നത് ജീവജാലങ്ങൾക്ക് എല്ലാം ഉള്ളതാണ്. ഇനി നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോഴാണ്, അതാണ് ആ പറച്ചില് തന്നെ ഒരു അഹങ്കാരമാണ്. അപ്പൊ നീ ആര്? ഞാൻ എന്നത് ഒരു വ്യക്തിയായിട്ട് കാണുമ്പോൾ ഞാൻ അഹങ്കാരി. എന്നാൽ ഞാൻ എന്നത് എൻ്റെ ഉള്ളിൽ ഒരു ഈശ്വരനുണ്ട്, ആ ഈശ്വരൻ അത് ഞാൻ ആണ് പറയുമ്പോൾ അത് അവൻ ജ്ഞാനിയായിട്ട് തീരുന്നു. അങ്ങനെ ഈ അഹങ്കാരം 3 ഗുണങ്ങൾ കൊണ്ട് 3 അവസ്ഥയെ പ്രാപിക്കുന്നു. ഈ അഹങ്കാരം 3 അവസ്ഥയെ പ്രാപിക്കുന്നു. അതിന്റെ ആദ്യത്തെ അവസ്ഥ വൈകാരികം, രണ്ടാമത്തെ തൈജസം, മൂന്നാമത്തെ താമസം. ഈ ഒന്നാമത്തെയാണ് വൈകാരികം. ഈ വൈകാരികം സത്വഗുണാത്മകമായ ഈ വൈകാരിക രൂപം ഇന്ദ്രിയങ്ങളുടെ ദേവതകളെ സൃഷ്ടിക്കുന്നു. വായു, ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അഗ്നി, ഇന്ദ്രൻ, പ്രജാപതി, ഉപേന്ദ്രൻ, മിത്രൻ, അങ്ങനെ ആ ഇന്ദ്രിയങ്ങളുടെ ദേവതമാരെ സൃഷ്ടിക്കുന്നു ഈ വൈകാരിക രൂപം. പിന്നെ മാത്രമല്ല എൻ്റെ പ്രേരണയാൽ സാത്വികമായ ഈ വൈകാരിക രൂപം മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയോടുകൂടിയ ചിത്തം എന്നു പേരുള്ള വൃത്തിയോടുകൂടിയ അന്ധകരണത്തെയും സൃഷ്ടിക്കുന്നു. ഹൃദയത്തിലിരിക്കുന്ന ദേവനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈകാരിക രൂപം ഇവയോടുകൂടി ഭഗവാന്റെ പ്രേരണയാൽ എന്ത് ചെയ്യുന്നു? മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന ചിത്തം എന്നു പേരുള്ള വൃത്തിയോടുകൂടിയ അഹങ്കാരത്തെ, അന്ധകരണത്തെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ വൈകാരിക രൂപം എന്തെല്ലാം ചെയ്യുന്നു? വൈകാരിക രൂപം ഇന്ദ്രിയ ദേവതമാരെ സൃഷ്ടിക്കുന്നു. പിന്നെ ഭഗവാന്റെ പ്രേരണയാൽ ബുദ്ധി, അഹങ്കാരം, മനസ്സ് ഇവയോടുകൂടിയ ചിത്തം എന്ന പേരുള്ള ആ വൃത്തിയോടുകൂടിയ അന്ധകരണത്തെ സൃഷ്ടിക്കുന്നു. പിന്നീട് തൈജസാംശത്തിൽ നിന്ന് 15 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം താമസാംശത്തിൽ നിന്ന് ജനിക്കുന്നു. അപ്പോൾ ആദ്യമുണ്ടായത് ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ശബ്ദം ഏറ്റവും സൂക്ഷ്മമാണ്. ഏതൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ വേണ്ടത് കേൾവിക്കാണ്. ഏറ്റവും സൂക്ഷ്മമായ തന്മാത്രയാണ് ശബ്ദം. ശബ്ദത്തിൽ നിന്ന് ആകാശവും, പിന്നീട് സ്പർശവും, സ്പർശത്തിൽ നിന്ന് വായുവും, പിന്നെ രൂപവും, രൂപത്തിൽ നിന്ന് അഗ്നിയും, പിന്നെ രസവും, രസത്തിൽ നിന്ന് ജലവും, അവസാനം ഗന്ധവും, ഗന്ധത്തിൽ നിന്ന് ഭൂമിയും സൃഷ്ടിച്ചു. ഈ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയഗണങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അവയുടെ എല്ലാം അധിപന്മാരായ ദേവന്മാരും വേറെ വേറെ ഉണ്ടായെങ്കിലും ഈ ബ്രഹ്മാണ്ഡ സൃഷ്ടി എന്ന ആ മഹൽ കൃത്യത്തിന് അവരാരും ശക്തരായില്ല. അപ്പോൾ പരമാത്മാവായ ഞാൻ ഈ തത്വങ്ങളിലേക്ക് സ്വയം പ്രവേശിച്ച് പ്രവർത്തന ശക്തിയെ ഉണർത്തുകയും സർവഭൂതങ്ങളെയും ഇന്ദ്രിയങ്ങളെയും സംഘടിപ്പിച്ച് ആ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ചു. എന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ബ്രഹ്മാണ്ഡം വളരെ കാലം ആദ്യം സൃഷ്ടിക്കപ്പെട്ട ജലത്തിൽ സ്ഥിതി ചെയ്തു. പിന്നീട് അതിനെ പിളരുകയും 14 ലോകങ്ങളെ സൃഷ്ടിച്ച് ആയിരക്കണക്കിന് കൈകളോടും ശിരസ്സുകളോടും കൂടി എല്ലാ ജീവാത്മാക്കളെയും സ്വയം വഹിക്കുന്നു. പിന്നെ പറയുന്നു മനുഷ്യൻ്റെ ഓരോ അവസ്ഥകൾ: ഗർഭധാനം, ഗർഭസ്ഥിതി, ജനനം എന്നിവയും, ബാല്യം, കൗമാരം, യൗവനം എന്നിവയും, മധ്യപ്രായം 50 മുതൽ 60 വയസ്സ് വരെ എന്നും, വാർദ്ധക്യം, മരണം എന്നിവയുമായി ഒരു ദേഹത്തിന് 9 അവസ്ഥകളുണ്ടെന്ന് പറയുന്നു. ശരീരത്തിന് ഈ അവസ്ഥകളെല്ലാം ഉണ്ടെങ്കിലും ആത്മാവിന് ഇതൊന്നും ബാധകമല്ല. ശരീരം മാറിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവർ കാണുമ്പോഴാണ് ശരീരം നമുക്ക് തടിച്ചതാണ്, മെലിഞ്ഞതാണ്, കറുത്തതാണ്, വെളുത്തതാണ്, തല നരച്ചു എന്നെല്ലാം പറയുന്നത്. ദേഹത്തിന് മാത്രമേ അത് വരുന്നുള്ളൂ. മനസ്സ് എന്നും ചെറുപ്പമാണ്. നമ്മൾ 1-ാം ക്ലാസ്സിൽ ഇരിക്കുന്നത് നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. അന്നത്തെ മനസ്സ് തന്നെയാണ് ഇന്നും. മനസ്സിന് മാറ്റമില്ല, ആത്മാവിന് മാറ്റമില്ല. പക്ഷേ ശരീരം മാറിക്കൊണ്ടേയിരിക്കും, കോശങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കും.
പിന്നെ പറയുന്നു മനുഷ്യൻ്റെ 3 അവസ്ഥ, വേറവസ്ഥ: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഏതുപോലെയാണോ സ്വപ്നം കാണുന്ന സമയത്ത് അത് സത്യമെന്നും സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അത് അസത്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. കാരണം സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ എന്ത് അനുഭവിക്കുന്നുവോ അത് നമ്മുടെ ശരീരത്തിന് പോലും അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു അടി കിട്ടുമ്പോൾ അത് നമുക്ക് അടി കിട്ടുന്നത് പോലെയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ തോന്നുന്നത്, സ്വപ്നം കാണുമ്പോൾ തോന്നുന്നത്. അതെല്ലാം ഈ മായ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ആ മായയിൽ നിന്ന് ഉണരാത്തിടത്തോളം കാലം ഈ മായ സ്വപ്നമാണെന്ന് പറഞ്ഞാൽ ഒരാൾക്കും വിശ്വസിക്കാൻ സാധ്യമല്ല. അതിന് ഇവിടെ ഒരു ശ്ലോകം തന്നെ പറയുന്നു: അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർ ന നിവർത്തതേ ധ്യായതേ വിഷയാനസ്യ സ്വപ്നേ അനർത്ഥാഗമോ യഥാ. എങ്ങനെ എന്ന പോലെ, എങ്ങനെയാണ് ഒരു സ്വപ്നം കാണുന്ന ഒരാളോട് ഇത് നിങ്ങൾ കാണുന്നത് സ്വപ്നമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തതുപോലെ അയാൾ സ്വയം എഴുന്നേറ്റാൽ മാത്രമേ അത് സ്വപ്നമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ പറയുന്നു, ഇന്ദ്രിയ സുഖങ്ങളിലൂടെ പോയി ഇതാണ് സുഖം എന്ന് നനച്ചിരിക്കാതെ ആ സത്യത്തിലേക്ക് ഉയരാൻ ഓരോരുത്തരും ശ്രമിക്കണം. അങ്ങനെ ആത്മീയതയിലേക്ക് ഉയരുമ്പോൾ ദുർജനങ്ങൾ നമ്മളെ പല വിധത്തിൽ പരിഹസിക്കും. ഇവിടെ ഭഗവാൻ പറയുന്നു: നിഷ്ഠിതോ മൂത്രിതോ വാഞ്ചേർ ബഹുദൈവ പ്രകമ്പിത ശ്രേയസ്കാമ കൃച്ഛ്രഗത ആത്മനാൽപാനമുദ്ധരേത്. എന്ന് വെച്ചാൽ പലതരത്തിലും ചിലർ ദേഹത്ത് മൂത്രമൊഴിക്കുമെന്നും ചിലർ പരിഹസിക്കും, ചിലർ നമ്മളെ ആക്ഷേപിക്കും. ഇയാൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ, രാവിലെ ആയാൽ പുസ്തകം കൊണ്ടുപോകും, ഇതെന്താ വേറെ പണിയൊന്നുമില്ലേ എന്ന് പല ദുർജനങ്ങളും നമ്മളെ കളിയാക്കും. പക്ഷേ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവർ ആത്മാവിനെ കൊണ്ട് തന്നെ ആത്മാവിനെ ഉയർത്തണം. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത്: ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. താൻ തന്നെ ഉയർത്തണം. ഉദ്ധരേത് ആത്മനാത്മാനം, താൻ തന്നെ ഉയർത്തണം. ന ആത്മാനം അവസാദയേത്, താൻ തന്നെ ഇകഴ്ത്തരുത്, താഴ്ത്തരുത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു, താൻ തന്നെയാണ് തൻ്റെ ബന്ധു. ആത്മൈവ രിപുരാത്മന, താൻ തന്നെയാണ് തൻ്റെ ശത്രു. ഭഗവാന്റെ ഈ തത്വനിരൂപണങ്ങളെല്ലാം കേട്ടപ്പോൾ ഉദ്ധവൻ പറയാണ്: ഭഗവാനെ, ഈ മാതിരി ഉപദ്രവങ്ങളെല്ലാം സഹിക്കുക എന്നത് വളരെ പ്രയാസമാണ്. എന്നിരുന്നാലും അങ്ങയുടെ ആ പാദസേവയിൽ താല്പര്യമുള്ള ദുർലഭം ചിലർക്കെങ്കിലും സഹിക്കാൻ സാധിക്കുമായിരിക്കാം. പക്ഷേ എന്നെ പോലുള്ളവർക്ക് ഇത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം സഹിക്കുവാനുള്ള ആ സഹനശക്തി ഉണ്ടാകുവാനുള്ള മാർഗം കൂടി പറഞ്ഞു തന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാണ് ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇനി നമ്മൾ എന്ത് പഠിക്കണം? ഇതാണല്ലോ, ഏത് തത്വങ്ങളിൽ നിന്നും നമ്മൾക്കൊന്ന് പഠിക്കാനുണ്ടാവും ഒരു സന്ദേശം. നമ്മൾ തത്വത്തെ നിരൂപണം ചെയ്യണം. തത്വം എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ശ്രീരാമൻ്റെ പത്നി സീതയാണ്, ഹനുമാൻ തന്നെയാണ് സമുദ്രം കടന്നത്, ശ്രീരാമൻ കൊന്നത് ശ്രീരാമൻ തന്നെ, കൊല്ലപ്പെട്ടത് രാവണൻ തന്നെ. ഇതെല്ലാം ഒരേ തത്വത്തിനെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് പറയുന്നു, ശ്രീമദ് ഭാഗവതമോ രാമായണമോ ഇതിഹാസങ്ങളോ എല്ലാം എന്ത് വായിക്കുമ്പോഴും ഒരു ചരിത്ര സംഭവം എന്നതിലുപരി ഓരോ കഥാപാത്രങ്ങളും പ്രതിദാനം ചെയ്യുന്ന അതിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കണം, പഠിക്കണം. അവരെന്ത് തത്വത്തിനു വേണ്ടി നിലകൊണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിവിടെ എന്ത് വേണം? ഈ കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗവും എല്ലാം മനസ്സിലാക്കുക. ഇതിലേതിനോടാണ് നമുക്ക് രുചി? അങ്ങനെ ഏതിനോടാണ് രുചി തോന്നുന്നത്? നമ്മുടെ പ്രകൃതം എന്താണ്? നമ്മുടെ ചിന്താപദ്ധതി എന്താണ്? ഇതെല്ലാം മനസ്സിലാക്കി അത് ഏതാണോ ചേരുന്നത് അത് വേണം നമ്മൾ സ്വീകരിക്കാൻ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഉചിതമായിട്ടുള്ളത് യുക്തായുക്തം ആലോചിച്ച് സ്വീകരിക്കുക എന്ന്. പലപ്പോഴും നമ്മളെപ്പോലുള്ളവർക്ക് കൂടുതലായിട്ട് പറ്റുന്നത് എന്താണ്? ഭക്തിയോഗമാണ്. കൂടുതലായിട്ട് പറ്റുന്നത് എന്താണ്? ഭക്തിയോഗമാണ്. നാമജപം പോലുള്ളത് ശീലിക്കുക,
ഇവിടെ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, ഉദ്ധവ ആലോചിച്ച് ഉറപ്പിച്ച് ഏതാണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. നമ്മളിവിടെ ഉദ്ധവരെയും ഭഗവാനെയും ഒക്കെ സ്മരിക്കുകയാണ്. ഇത് കേൾക്കുന്നത് കൊണ്ടും ഇത് പറയുന്നത് കൊണ്ടും അനുസരിക്കുന്നത് കൊണ്ടും ഉള്ള പ്രയോജനം എന്താണ്? ഇതിലേതാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം? പറയുന്നത് കൊണ്ടാണോ, കേൾക്കുന്നത് കൊണ്ടാണോ, അനുസരിക്കുന്നത് കൊണ്ടാണോ? ഞാൻ നിങ്ങളിലേക്ക് ഇടുന്നു. എനിക്ക് തോന്നുന്നത് അനുസരിക്കുന്നത് കൊണ്ട് തന്നെയാണ്, തീർച്ചയായും. കാരണം ആചാര്യന്മാർ പറയുന്നു, സത്സംഗം എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ അടുത്ത് പോയി ഇരിക്കുക എന്നല്ല. ഒരു സത്സംഗം പൂർത്തിയാവുന്നത് അവർ പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ആ സത്സംഗം പൂർണ്ണമാകുന്നത്. അതിന് ആ അങ്ങനെ ഒരു അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാവട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിനായി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ ഉപദേശങ്ങളെല്ലാം നമ്മുടെ പ്രപഞ്ചത്തിനായിട്ട് തന്ന ആ പരമാത്മാവിനെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെ പാദങ്ങളിലും മനസ്സാ സ്മരിക്കുന്നു. ഹരേ കൃഷ്ണ. ഈ മനുതിരുമേനി ഇങ്ങനെ ഒരു നവാഹം, ഒരു വർഷത്തിൽ രണ്ട് സപ്താഹങ്ങൾ, അത് ഇപ്രാവശ്യം നവാഹായി. ഓരോ അധ്യായത്തിലൂടെയും പലരും പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ഓരോ അധ്യായത്തിലൂടെയും എന്റെ മനസ്സിൽ തോന്നുന്ന ആയിരിക്കില്ല വേറൊരാളുടെ, ഞാൻ അധ്യായത്തിൽ പഠിച്ച പോലെ വേറൊരാള്, അങ്ങനെ ഓരോരുത്തരും പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളിലുള്ള പഠനം ശരിക്കും ഈ സപ്താഹം എനിക്കൊരു പഠനമായിട്ടാണ് തോന്നിയത്. കാരണം ഇത് തുടക്കത്തിൽ ഒരു ദിവസം എന്തുമാത്രം പ്രഭാഷണങ്ങൾ, ഇത്രയും പ്രഭാഷണങ്ങൾ ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 5:30 തുടങ്ങിയാൽ 7 മണിയാകുമ്പോഴേക്കും എല്ലാം തീർന്നു. കറക്റ്റായിട്ട് ചിട്ടയോടുകൂടി എല്ലാം. ഞാൻ ഇത്തിരി സമയം കൂടുതൽ എടുത്തോന്ന് എനിക്കറിയില്ല. ഏതായാലും എല്ലാറ്റിനും നന്ദി. എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് നന്ദി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി ഒന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാക്കണം, നിത്യനായ ചിൽ പ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ശ്രീഹരയേ നമ. ഹരേ കൃഷ്ണ. ഗോവിന്ദനാമ സങ്കീർത്തനം. രാസത്തിന്റെ ആ ഗൗരവം ഒട്ടും പോവാതെ എങ്ങനെയാണോ അത് ജനങ്ങളിലേക്ക് ലളിതമാക്കി എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് ആ ഉദ്ധവന്റെ ഉപദേശം തുടക്കുന്ന 6ാമത്തെ അധ്യായത്തില് പറഞ്ഞു. ആഹം അല്ലേ, അവിടെ തൊട്ട് അങ്ങോട്ട് ഉള്ള ചോദ്യങ്ങളുടെ ഒരു ചെറിയ വിവരണവും പിന്നെ 22-ലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവരണങ്ങളെയും വേണ്ട പോലെ അത് പഠിച്ച് പറഞ്ഞ് പതിവ് പോലെ തന്നെ നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു ഗൗരവം ഉണ്ടായിരുന്നു എന്നർത്ഥം. ആ ഒരു യഥാർത്ഥത്തിന്റെ ഒരു ഗൗരവം ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കലി അത് വരും. പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് വരും. കഥയൊക്കെ വിട്ടുപോകും നമ്മൾ. പിന്നെ ജീവിതത്തിലേക്ക് അല്ലെ, കഥയല്ല കാര്യം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. അതായത് വളരെയധികം സന്തോഷം. വീണ്ടും ഇനിയും ധാരാളം പഠിക്കാനും പറയാനും ഒക്കെയുള്ള അവസരങ്ങൾ ഗുരുവായൂരപ്പൻ വായിക്കുവാനും പ്രഭാഷണം പറയുവാനും കീർത്തനം പാടാനും ഒക്കെയുള്ള അവസരങ്ങൾ ധാരാളം ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ. ആയുരാരോഗ്യം, ആയുസോളം ആരോഗ്യം കൊടുക്കട്ടെ അമ്മയ്ക്ക് എന്ന് ഈ ഒരു അവസ്ഥയില്, ഈ ഒരു അവസരത്തില് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.